തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടക്കുകയാണ് ഇടതുപക്ഷം. സി പി എമ്മിൻ്റെയും സെക്രട്ടേറിയറ്റുകൾ ഇന്ന് കൂടാനിരിക്കുന്നു. LDF-ൻ്റെ ചർച്ച നടക്കാനിരിക്കുന്നു. ആ രീതിയിൽ വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ചർച്ചകളിലേക്ക് കടക്കുകയാണ് അല്ലേ? വിനിഷ, തീർച്ചയായും ഇന്നിപ്പോൾ ഇടതുമുന്നണി യോഗം നടക്കുകയാണ്. ഇടത് പാർട്ടികളുടെ വിവിധ യോഗങ്ങളും ഇന്ന് നടക്കുന്നു. ഏതായാലും ഇന്നത്തെ യോഗത്തിൽ ഈ സ്ഥാനാർത്ഥി ചർച്ചകൾ ഉൾപ്പെടെ നേരത്തെ തന്നെ LDF ആരംഭിച്ചിട്ടുണ്ട്. വിവിധ കക്ഷികളുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ നേരത്തെ തന്നെ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള ആളുകൾ, നിരവധിയായിട്ടുള്ള CPI ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ടൊക്കെ ഈ നിരയിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി പ്രവർത്തനങ്ങളിലേക്ക് കടക്കണം എന്നതാണ് LDF നിലവിൽ ആലോചിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഏതായാലും വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ LDF കാണുന്നത്. അത് മൂന്നാം പിണറായി വിജയൻ സർക്കാർ, അല്ലെങ്കിൽ തുടർച്ചയായി മൂന്നാമതും LDF സർക്കാർ അധികാരത്തിൽ വരും എന്ന പ്രതീക്ഷ LDF വെച്ചു പുലർത്തുകയും ചെയ്യുന്നു. അതിനാവശ്യമായ ഇടപെടൽ തന്നെയാണ് കഴിഞ്ഞ 2 സർക്കാരുകളും നടത്തിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ആ നിലയിൽ തന്നെ വലിയ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് LDF മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതിനിടെ ഈ LDF യോഗം ഇന്ന് ചേരുന്നതിനൊപ്പം തന്നെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ CPI-യുടെ എക്സിക്യൂട്ടീവ് യോഗവും ഇന്ന് നടക്കുകയാണ്. ഇതിലെല്ലാം തന്നെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് വിവിധ കക്ഷികളുടെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ പൂർത്തിയായതിനു ശേഷം LDF യോഗത്തിലും ആ നിലയിൽ കൂട്ടായ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വളരെ നിർണായകമായ ചർച്ചകളാണ് ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തിൽ ഉണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതോടൊപ്പം തന്നെ മറ്റ് കക്ഷികളുമായിട്ടുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. INL-ഉമായിട്ടുള്ള ചർച്ചകൾ നടന്നു, NCP-യുമായിട്ടുള്ള ചർച്ചകൾ നടന്നു. അതുപോലെ ജോസ് കെ മാണിയുമായിട്ടുള്ള, കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായിട്ടുള്ള ചർച്ചകളെല്ലാം തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും നിലവിലെ ഒരു സ്റ്റാറ്റസ് കോ തന്നെ തുടരും എന്നുള്ളതാണ്. ഈ സീറ്റുകളുമായി ബന്ധപ്പെട്ട് സീറ്റുകളുടെ ഒരു നില സംബന്ധിച്ച് നിലവിലെ സ്റ്റാറ്റസ് കോ തന്നെ തുടരും എന്ന ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വളരെ നിർണായകമായ ചർച്ചകൾ ഇന്നും അടുത്ത ദിവസങ്ങളിലുമൊക്കെയായി നടക്കാൻ പോവുകയാണ് വിനുഷ. അതായത് അർഹിക്കുന്ന സീറ്റുകളിലേക്ക് അർഹിക്കുന്ന ആളുകൾ തന്നെ വരും. ആ രീതിയിലുള്ള പരിഗണന എല്ലാ വിഭാഗം ആളുകൾക്കും കിട്ടും. യുവജനങ്ങൾക്ക്, സ്ത്രീകൾക്ക്, മുതിർന്ന ആളുകൾക്ക്, മുതിർന്ന നേതാക്കൾക്ക്, അത്തരത്തിലുള്ള എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ച് തന്നെയായിരിക്കും ഈ സീറ്റ് വിഭജന ചർച്ചകൾ മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് അല്ലേ? വിനുഷ, തീർച്ചയായും കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാകും എത്രത്തോളം യുവാക്കൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്, സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നുള്ളത്. നിലവിലെ നിയമസഭ അംഗങ്ങളുടെ എണ്ണം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇടതുപക്ഷത്ത് എത്ര സ്ത്രീ MLA-മാർ ഉണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആ പ്രാധാന്യം വ്യക്തമാവുകയും ചെയ്യും. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ആ നിലയല്ല ഇപ്പോൾ തുടരുന്നത് എന്നതും കാണേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു നിർണായകമായ ഒരു തീരുമാനം നേരത്തെ തന്നെ LDF കൈക്കൊള്ളുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. നേരത്തെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ യുവജനങ്ങൾക്കും വലിയ പ്രാധാന്യമാണ് കഴിഞ്ഞ തവണ യുവജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അവരൊക്കെയും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. ഒരു MLA എന്നുള്ള നിലയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും സ്വന്തം മണ്ഡലത്തിനും സംസ്ഥാനത്താകെയുമുള്ള വിവിധങ്ങളായ വിഷയങ്ങളിൽ അവരുടെ ഇടപെടലും ഒക്കെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ആ നിലയിൽ സ്ത്രീകളാണെങ്കിലും യുവജനങ്ങളാണെങ്കിലും വളരെ മികച്ച പ്രവർത്തനം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. നിലവിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നിലവിൽ മത്സരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിലവിലുള്ള MLA-മാരുടെ പ്രവർത്തനത്തിൽ പാർട്ടിയും മുന്നണിയും എല്ലാം തന്നെ തൃപ്തരാണ്. ജനങ്ങളും ആ നിലയിൽ തന്നെ പറയുന്നു. നിലവിലുള്ള MLA-മാർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വികാരം നിലവിലില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ നിലയിൽ തന്നെ ജനങ്ങൾ കാണുകയും ചെയ്യുന്നു അക്കാര്യത്തെ എന്നുള്ളതാണ്. ഏതായാലും അതെല്ലാം ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിർണായക ഘടകങ്ങളാവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവയെല്ലാം പരിഗണിച്ചുകൊണ്ട് ഓരോ സ്ഥാനാർത്ഥിയുടെയും പ്രകടനങ്ങൾ, അതോടൊപ്പം തന്നെ നിലവിലെ വിജയസാധ്യത, ഇതെല്ലാം ഒരുപോലെ പരിഗണിച്ചുകൊണ്ടായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. അതിനു വേണ്ടിയുള്ള ചർച്ചകൾ കൂടിയാണ് ഇടതുമുന്നണി യോഗത്തിലും അതുപോലെ തന്നെ അതിനെ തുടർന്നുള്ള ഈ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും CPI-യുടെ എക്സിക്യൂട്ടീവ് യോഗത്തിലും എല്ലാം തന്നെ നടക്കുക.